നമസ്കാരം. എൻ്റെ കൂടെയുള്ളത് എൻ്റെ മകളാണ് അനന്യ സുധീഷ്. ബികോം കഴിഞ്ഞിട്ട് CMAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി കുറേ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ പുറകെ നടക്കുന്നത്. ആദ്യം സ്പിരിച്വൽ പാതയിലൊന്നും താല്പര്യമില്ലാത്തിരുന്ന ആളായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോസ് പതിവായിട്ട് കണ്ടു തുടങ്ങിയപ്പോൾ കുറേ സംശയങ്ങളും ചോദ്യങ്ങളുണ്ട്. അപ്പോൾ സംശയങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചോളൂ. അച്ഛാ, ഇപ്പം നമ്മൾ മുതിർന്ന ആളുകളെ ചേട്ടൻ, ചേച്ചി, അമ്മ, അച്ഛൻ, വല്യമ്മ, വലിച്ചൻ അങ്ങനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റോട് കൂടിയിട്ടാണല്ലോ നമ്മൾ അവരെ വിളിക്കുന്നത്. പക്ഷേ നമ്മൾ ദൈവങ്ങളെ വിളിക്കുമ്പോൾ ഇപ്പോൾ ശിവൻ അല്ലെങ്കിൽ ഹനുമാൻ അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു റെസ്പെക്റ്റ്ഫുൾ വേർഡ് യൂസ് ചെയ്യാണ്ട് നമ്മൾ പേരെടുത്ത് വിളിക്കുന്നത്? അതൊരു വല്ലാത്തൊരു ചോദ്യമാണല്ലോ. അതായത് ഈ ചോദ്യം വളരെ പ്രാധാന്യമുള്ള ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ചോദിക്കുമ്പോൾ. ഇതാരും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റാണ്. പ്രത്യേകിച്ച് മലയാളികൾ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ അവർ ദൈവങ്ങളുടെ പേര് പറയുമ്പോൾ ശിവന അവർ ശിവജി അല്ലെങ്കിൽ ദുർഗാമ അല്ലെങ്കിൽ മുരുകൻജി, ഹനുമാൻജി, എല്ലായിടത്തും അവർ ജി കൂട്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ജി കൂട്ടിയാണ്, അവരെ ദൈവങ്ങളെ വിളിക്കുമ്പോൾ അവർ ജി കൂട്ടിയിട്ടാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ മാജി അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വേർഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് നേരത്തെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. അവർ അത്ര റെസ്പെക്റ്റ് ദൈവങ്ങൾക്ക് കൊടുക്കുന്നു. അവരുള്ളിൽ നിന്ന് ആ ഒരു ഭക്തി, അവർ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് നോർത്ത് ഇന്ത്യൻസ്. അതുകൊണ്ട് അത് ചെറിയ ആൾക്കാരായിക്കോട്ടെ, വലിയ ആൾക്കാർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറകളഞ്ഞ ഭക്തിയാണ്. അപ്പോൾ മലയാളികൾക്ക് ഭക്തി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോൾ തമിഴന്മാരെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാർ അവർ എന്താണ് അമ്മൻ, ഓരോ ദേവി ആണെങ്കിൽ ദേവി അമ്മൻ അല്ലെങ്കിൽ അങ്ങനെ മാരിയമ്മൻ, ഓരോ ദൈവങ്ങളുടെ കൂടെയും അമ്മൻ കൂട്ടി വിളിക്കുന്നു. അല്ലെങ്കിൽ പെരുമാൾ, അങ്ങനെ അവർ കൂട്ടിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ മലയാളികൾ പൊതുവേ ഇത് ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയ ഒരു ചോദ്യം ഉണ്ടതുള്ളൂ. പക്ഷേ പൊട്ടത്തര ആകും എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനത് ചോദിക്കാണ്ടിരുന്നതാണ്. പക്ഷേ ഞാൻ ചോദിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ മോളിനോട് ചോദിച്ചു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മലയാളികൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം. നമ്മൾ ചെറുപ്പം മുതലേ ഞങ്ങൾ പോകണം, ശിവൻ്റെ അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ ദേവിയുടെ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അവിടെ ഭദ്രകാളി ജിയുടെ അമ്പലത്തിൽ നിന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ മുരുക ഭഗവാൻ, ഇപ്പോൾ ഞാൻ പൊതുവായിട്ട് കേൾക്കുന്നതാണ് മുരുക ഭഗവാൻ. വീഡിയോസിലൊക്കെ നമ്മുടെ വീഡിയോസിൽ നിങ്ങൾക്ക് അറിയാം ആരാണ് പറയുന്നുള്ളത്. ഒരാൾ അദ്ദേഹം മുരുക ഭഗവാൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമായി, അങ്ങനെ ഒരാളെങ്കിലും അത് പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ശരിക്കും ഒരു നല്ല ചോദ്യമല്ലേ മോൾ ചോദിച്ചത്. കാരണം ഭഗവാന്മാരെയൊക്കെ നമുക്ക് കുറച്ചുകൂടി നമ്മളെക്കാളും എത്രയോ ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ പ്രായം നമുക്കറിയാൻ പാടില്ല, അത്രയും റെസ്പെക്റ്റോടുകൂടി നമ്മൾ വിളിക്കേണ്ട ആൾക്കാരെയാണ് നമ്മൾ പേരെടുത്ത് വിളിക്കുന്നത്. നമ്മളങ്ങനെ ശീലിച്ചുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തെറ്റ് ശരി ഞാൻ അനലൈസ് ചെയ്യുന്നതല്ല, പക്ഷേ ഇവിടെ ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ നമുക്കും അതുപോലെ ഒരു കുറച്ചുകൂടി ബഹുമാനം കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എൻ്റെയും അഭിപ്രായം. അത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് ചിരി വരികയും ചിലപ്പോൾ അല്ലേ. എന്നാലും അതൊരു നല്ലൊരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. ഇനി എന്താണ് അടുത്ത സംശയം? പിന്നെ അച്ഛാ, ഞങ്ങളുടെ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ടും ചെറിയ ചെറിയ കാര്യത്തിന് ടെൻഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു CMA സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പല കോഴ്സുകളാണെന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷനും വിഷമവും അല്ലാണ്ട് തന്നെ പെട്ടെന്ന് മെന്റലി നമ്മൾ ഡൗൺ ആവുന്നുണ്ട്. അപ്പോ അതിനൊക്കെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ പ്രായത്തിലുള്ളൊരു പിള്ളേർക്ക് അച്ഛനെ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? നല്ലൊരു കാര്യം ചോദിച്ചു. കാരണം നിങ്ങളെ പോലത്തെ ഈ പ്രായത്തിലുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഈ ദൈവിക വിശ്വാസം പലർക്കും കുറവാണ്. ഈ ദൈവിക വിശ്വാസം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ അതൊരു ഒരു ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു റെസ്പെക്റ്റ് ആയിരിക്കാം, ഈ പറഞ്ഞ ബഹുമാനം അല്ലെങ്കിൽ ഒരു ഭയം, ആ ഒരു സാധനം ഉള്ളത് നല്ലതാണ്. കാരണം നമ്മൾ ഒരു നല്ല പാതയിലേക്ക് സഞ്ചരിക്കാനായിട്ട്, നമുക്കൊരു വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാനുള്ളതായ ഒരു മോട്ടിവേഷൻ അതിനുള്ളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ രാവിലെ പോകുന്നു, ഇപ്പോഴും
കുറേ കുട്ടികളൊക്കെ ഞാൻ കാണാറുണ്ട് ക്ഷേത്രത്തിൽ രാവിലെയൊക്കെ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ വൈകിട്ട് വരുന്ന ആൾക്കാരെ കാണാറുണ്ട്. പക്ഷേ കുറവാണ് കമ്പാരിറ്റീവ്ലി. അവരവിടെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ അല്ലെങ്കിൽ എൻ്റെ ദേവി എന്നെ പരീക്ഷയ്ക്ക് മാർക്ക് തന്നെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. ദൈവവിശ്വാസം പൊതുവേ എല്ലാവർക്കും പൊതുവേ കുറവാണ്. ഇനി ആ വിശ്വാസം ഇനി കുറവാണെന്ന് തന്നെ ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ തലമുറയിൽ ഞാൻ കണ്ടേക്കണത് പെട്ടെന്ന് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു. ഒരു കാര്യം കണ്ട് അത് അപ്പം തന്നെ സ്ട്രോങ് ആയിട്ട് ഇത് ഓക്കെ, ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, നിങ്ങൾ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുന്നു. അത് ഒരു 3 പ്രാവശ്യം ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആലോചിക്കണം. അത് നമ്മൾ അങ്ങനെ പറയണോ അല്ലെങ്കിൽ അത് ചെയ്യണോ എന്നുള്ളത് ഒരു 3 പ്രാവശ്യം നിങ്ങളത് ചിന്തിച്ചിട്ട് വേണം ഒരു കാര്യം പറയാൻ. എടുത്തിയാട്ടം ഒഴിവാക്കുക. ഒരു കുറച്ചുകൂടി ഗ്രൗണ്ടഡായിട്ട് നിങ്ങളിലേക്ക് സെൻറ്റേഡായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കാരണം അത് നിങ്ങളുടെ പഠനത്തിന് മാത്രമല്ല, നിങ്ങളൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഗ്രൗണ്ടഡായിട്ട് നിൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സെൻറ്റേഡായിട്ട് നിൽക്കുക എന്നുള്ള സാധനം നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ജപങ്ങളുണ്ട്. ഓം നമ ശിവായ എന്നുള്ള ജപിക്കാം, അല്ലെങ്കിൽ അമ്മേ നാരായണ, സിമ്പിളായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന സഹസ്രനാമങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് ജപിക്കാം, താല്പര്യമുണ്ടെങ്കിൽ അത് ജപിക്കാം, സമയം കണ്ടെത്തണമെങ്കിൽ അതും ജപിക്കാവുന്നതാണ്. അത്തരം ജപങ്ങൾ ചെയ്യുമ്പോൾ ആ ജപങ്ങളുടെ വൈബ്രേഷൻസ് നിങ്ങളുടെ ബോഡിയിലേക്കാണ്, നിങ്ങളുടെ ചക്രാസിലേക്കാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് വൈബ്രേഷൻസ് നിങ്ങളുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ഈ എന്താ പറയുക, നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് തരംഗങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് അത് റിലീസായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് ഡെയിലി ചെയ്യേണ്ട പ്രോസസ്സാണ്. പിന്നെ സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്, മണിക്കൂർ കണക്കിനൊന്നും മെഡിറ്റേഷൻ ചെയ്യണ്ട. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ട് രാത്രി മുഴുവൻ മെഡിറ്റേഷൻ, 24 മണിക്കൂർ മെഡിറ്റേഷൻ. ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റിയ കാര്യങ്ങളല്ല. ഇത് ഞാൻ പ്രത്യേകം ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്, അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചെയ്യരുത്. അത്രയും സമയമൊന്നും മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കുടുംബസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്, നമ്മൾ ലൗകികമായ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ സന്യാസികൾക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ സന്യാസിയൊന്നുമല്ല. നിങ്ങൾ നോർമലായിട്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ അത്രേ വേണ്ടൂ. അത്രയും സമയം ധ്യാനം. എന്താണ് ധ്യാനം എന്നറിയാമോ? എങ്ങനെയാണ് ധ്യാനം ചെയ്യണം? നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ചേക്കുന്നത് കണ്ണടച്ചിട്ട് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് സൈലന്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. തോട്ട്ലെസ് സ്റ്റേറ്റിലിരിക്കുക. ഒറ്റ വാക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇതാണ് മെഡിറ്റേഷൻ. ചിന്തകളെ നമ്മൾ വെടിയുക. ചിന്തകളെ വെടിയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചിന്തകളെ വെടിയുക? നമ്മളിപ്പോൾ വെറുതെ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് ചിന്തകൾ കയറി വരും അല്ലേ? നാളെ ഇനി സ്കൂളിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ കൂട്ടുകാരത്തി എന്തായിരിക്കും നാളെ പറയാൻ പോണത്, ടീച്ചർ എന്തായിരിക്കും നാളെ ചോദിക്കണത് അല്ലേ? അങ്ങനെ പറയും ചിന്തകൾ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ നാളെ എത്ര മണിക്ക് പോകണം, അങ്ങനെ പല ചെറിയ ചിന്തകൾ വലിയ ചിന്തകളൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ചിന്തകൾക്ക് നന്ദി എന്ന് പറയുക. ചിന്തകൾ വരുമ്പോൾ ചിന്തകളോട് നന്ദി പറയുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ ഞാൻ പറയണം കേട്ടോ, ഒരുപാട് സങ്കീർണ്ണമൊന്നുമല്ല. ചിന്തകൾക്ക് നന്ദി. നിങ്ങൾ ചിന്തകളെ എന്നിൽ നിന്ന് വിട്ടുപോവുക. അല്ലെങ്കിൽ റിലീസ് 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 ഇങ്ങനെ പറയാം. ഒരു 9 പ്രാവശ്യം പറയും. അപ്പോൾ ആ 9 പ്രാവശ്യം നിങ്ങൾ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിന്തകൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങൾ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകളായാലും ഭയമായാലും ടെൻഷനായാലും എന്ത് തന്നെ ആയാലും, മെൻ്റൽ പ്രോബ്ലം ആയാലും എമോഷണൽ പ്രോബ്ലം ആയാലും, മെൻ്റൽ പ്രോബ്ലം വരുന്നത് ഇവിടെയാണ്, അറിയാലോ. ഇത് നമ്മുടെ സോളാപെക്സ് ആണ്. ഇവിടെയാണ് എമോഷണൽ ചക്രയും. ഇവിടെയാണ് നമുക്ക് വിചാരങ്ങൾ വരുന്നത്. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് വെറുതെ ശാന്തമായിട്ട് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് ഇരുന്നിട്ട് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ റിലീസ് എന്നുള്ള സാധനം ചെയ്ത് അത് എല്ലാം റിലീസ് ചെയ്ത് കളയുക. അതുവരെയുള്ള എല്ലാ സംഘർഷങ്ങളും, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ബസ്സിൽ കയറി ഇപ്പോൾ കണ്ടക്ടറായിട്ട് തല്ലുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ കൂട്ടുകാരായിട്ട് തല്ലുപിടിച്ചിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ എനിക്ക് എടുക്കുകയുള്ളൂ അല്ലേ? ഇതെല്ലാം നമ്മൾ റിലീസ് ചെയ്ത് കളയുക. എല്ലാം റിലീസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. പറ്റുമെങ്കിൽ കുളിക്കുക, കൈയും കാലും മുഖം കഴുകുക. തല കുളിക്കണമെന്നില്ല, വൈകുന്നേരം സമയത്ത് മേൽ കഴിയാലും മതി. ഉപ്പിട്ട് കുളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ശാന്തമായിട്ട് വന്നിരുന്നിട്ട് ഇത് കംപ്ലീറ്റ് റിലീസ് ചെയ്ത് കളയുക. എന്നിട്ട് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ശാന്തമായിട്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന സാധനം 15 മിനിറ്റ് മതി പഠിക്കാനായിട്ട്. കാരണം നിങ്ങളുടെ മൈൻഡ് ബ്ലാങ്ക് ആണ്, സ്റ്റോറേജ് ഉണ്ട്, സ്പേസ് ഉണ്ട്. മറ്റത് ആ സ്പേസ് മുഴുവൻ ഇതുപോലുള്ള അൺവാണ്ടഡ് തോട്ട്സ് കയറിയിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ അലമാരിൽ നിങ്ങൾ ഒരു 10 ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊണ്ടു പോകും, ഫുള്ളാണ് അലമാരി. അതിൽ വെക്കാൻ സ്ഥലം ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൽ നിന്നൊരു പഴയ ഒരു 10 ജോഡി ഡ്രസ്സ് എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇത് അവിടെ കയറ്റാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതിൽ ഈ സ്പേസ് കുറവേ ഉള്ളൂ. സ്റ്റോറേജ് സ്പേസ് നമ്മുടെ മൊബൈൽ വരെയാണ്, കുറച്ച് സ്പേസേ ഉള്ളൂ അവിടെ. അത് ഫുള്ളാക്കി വെച്ചേക്കാണ്. അപ്പോൾ അത് റിലീസ് ചെയ്ത് അതും കളഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് നിങ്ങൾക്ക് കയറാനായിട്ട്. അപ്പോൾ ആ ഫയൽസ് എടുത്ത് കളയണം. അന്നന്നുള്ള ഫയൽസ് അന്നന്ന് എടുത്ത് കളയുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ് ഈ പഠിക്കുന്ന കാര്യത്തിലായാലും
അല്ലെങ്കിൽ അതുപോലെ ബ്ലാങ്ക് ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള ആ ഒരു സാധനം പ്രാക്ടീസ് ചെയ്യണം. മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ഗുണം കിട്ടും. അതുപോലെ റിലീസ് ചെയ്ത് കളഞ്ഞ ശേഷം മെഡിറ്റേഷൻ ചെയ്യുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ആൾക്കാരായിട്ടുള്ള ഓരോ അടുപ്പങ്ങൾ, ഒരു ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള അടുപ്പങ്ങൾ വെക്കുമ്പോൾ എമോഷണലി അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. എന്താണ് പോയിന്റ് മനസ്സിലായോ? എമോഷണൽ അറ്റാച്ച്ഡ് ആവരുതെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞേ? നമ്മൾ ഭയങ്കര ഓവറായിട്ട് ആളുകളുടെ അടുത്ത് നമ്മളെക്കാളും കൂടുതൽ നമ്മളെക്കാളും കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് നിൽക്കരുത്. അതെ, അതായത് നമ്മൾ അവനിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ അവനെ ഒരു സഹായിക്കുന്നു അല്ലേ. ഇപ്പോൾ ഉണ്ണി തന്നെയാണെങ്കിൽ ഉണ്ണി ആൾക്കാരെ മുഴുവനും എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ കാണാറുണ്ട്. കുറേ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതാ വിചാരിക്കുന്നത്, ഞാൻ അത്രയും അവനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ, അവനെ സഹായിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവനിൽ നിന്ന് തിരിച്ചൊരു സഹായം ചിലപ്പോൾ ഉള്ളിൽ പ്രതീക്ഷിച്ചേക്കാം, ചെറുതായിട്ട് ഒരു കണിക. ചിലപ്പോൾ പ്രതീക്ഷിക്കേണ്ടാവില്ല, പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കരുത്. ഇനി പ്രതീക്ഷിച്ചാലും ഒരു കണിക അവിടെ ബാക്കി നിൽക്കണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് വിഷമം വന്ന എപ്പോഴാണ്, ഇതൊക്കെ സഹായങ്ങൾ ചെയ്ത ഒരാൾ പെട്ടെന്ന് തിരിഞ്ഞ് മാറി വേറെ സ്ഥലത്തോട്ട് മാറിപ്പോയിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? അതാണ് ഈ പോയിന്റ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായ, നത്തിങ് ഈസ് പെർമനൻറ്റ്. ഒന്നും പെർമനൻ്റ് അല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമി കറങ്ങുന്ന പോലെയാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് ഇപ്പോൾ 1ാം ക്ലാസ്സിലുള്ള ഫ്രണ്ടാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. അത് 10ാം ക്ലാസ്സിലുള്ള ഫ്രണ്ട് ഇപ്പോൾ ഉണ്ടോ? ഒന്നെണ്ണം കാണുമായിരിക്കും അല്ലേ. എന്നാലും ഒരു നമ്പർ ഓഫ് കൂടുതൽ പീപ്പിളില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇനി കല്യാണം കഴിഞ്ഞ് വേറെ ജോലിയൊക്കെ കിട്ടി പോയി കഴിയുമ്പോൾ പുതിയ ഫ്രണ്ട്സ് ആവും അല്ലേ. അപ്പോൾ ഈ പഴയ ഫ്രണ്ട് ഉണ്ടാവും, 1-2 പേര് നമുക്ക് കാണുമായിരിക്കും അല്ലെ, പേരിന്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നും പെർമനൻ്റ് അല്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളതാണ്. നിങ്ങൾ ഇതാണ് എല്ലാം എന്ന് വിചാരിക്കുന്നത്, കൊട്ടക്കുളത്തിൽ തവള എന്ന് പറയുന്ന സാധനം അതാണ് ഇവിടെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതാണ് ഏറ്റവും വലുത്, അതാണ് വലുതെന്ന് വിചാരിക്കും. അതിനെക്കാളും വലുത് അപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും, നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ അതിനകത്തേക്ക് മാത്രം കമന്ന് കിടക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അച്ഛൻ്റെ അനുഭവമാണ്. അച്ഛൻ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സ്നേഹിച്ച്, ഒരുപാട് ആളുകൾക്ക് നല്ല ഉപകാരങ്ങൾ ചെയ്തു. പക്ഷേ അവരെല്ലാവരും റിവേഴ്സ് അടിച്ചു. പക്ഷേ ആ റിവേഴ്സ് അടിക്കണത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? നമ്മൾ പഠിപ്പിക്കാനാണ്. പ്രകൃതി നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇതാണ് റിയാലിറ്റി എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ചെറിയ സങ്കടങ്ങളൊക്കെ വരും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ആദ്യമേ തന്നെ കൊണ്ടുവന്നാൽ നമ്മൾ വറീഡ് ആയിട്ടിരിക്കണോ, നമ്മൾ ഡിപ്രഷനിലേക്ക് പോകണോ, രണ്ടും വേണ്ട. ഇതൊരു വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് പുതിയ തലമുറ മനസ്സിലാക്കിയിരിക്കുന്ന സത്യമാണ്. എനിക്കിപ്പോൾ 55 വയസ്സായി. ഞാനൊക്കെ ഇത്ര ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ എമോഷണലി അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ വെക്കരുത്. പക്ഷേ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവാം, കാരുണ്യം കാണിക്കാം. പക്ഷേ സിമ്പതി വേണ്ട, അല്ലെങ്കിൽ ദേഷ്യം വേണ്ട, ദുഃഖവും വേണ്ട, അഹങ്കാരവും വേണ്ട, ഇതൊന്നും വേണ്ട. നല്ല എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ലവ് ആണ്, ഹാപ്പിനെസ്. ഇത് രണ്ടും. നിങ്ങൾക്ക് കാരുണ്യം കാണിക്കാം, മറ്റുള്ള ആൾക്കാരെ സഹായിക്കാം, കുഴപ്പമില്ല. പക്ഷെ സഹായിക്കുന്നത് നിങ്ങൾ എന്താ പറയുക, ഒരു കൈ ചെയ്യണം മറ്റേ കൈ അറിയണമെന്ന് പറഞ്ഞ പോലെ ആ ഒരു ട്രാക്കിലേക്ക് പോവുക. നിങ്ങൾ കർമ്മം ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം നിങ്ങൾ ചെയ്യുന്ന നന്മകൾ തിരിച്ചവരെന്തെങ്കിലും കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പ്രകൃതിയുടെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത കാര്യം കണ്ടില്ലെന്നിരിക്കും, പ്രകൃതിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്കല്ലെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് അത് തിരിച്ച് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിലപ്പോൾ കുട്ടികൾക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കുള്ളൂ, അത് വേറെ സ്ഥലത്തുനിന്നായിരിക്കും കിട്ടുക. ഇതാണ് തത്വം. ഈ ഒരു സാധനം നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചെറിയ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ സംഘർഷങ്ങൾ കുറക്കാൻ പറ്റും. ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൈനിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ നമുക്കായിരിക്കൂല കിട്ടണത്, വേറെ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധമുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും കിട്ടണേന്ന്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ബാഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കർമാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ വേറെ നമുക്കല്ലാണ്ട് വേറെ ആളുകൾക്ക് അത് മീൻസ് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ അതിൽ അങ്ങനെ കിട്ടുമോ? ഉറപ്പായിട്ട് കിട്ടും. അതായത് ഒരാൾ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ കർമ്മ ബാഗേജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മളത് ഇരിക്കുന്നത് നമ്മുടെ ഷോൾഡറിലാണ്, നമ്മുടെ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. അച്ഛൻ്റെ അറിവാണ്. അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ അതുവരെയുള്ള കർമാസ്, ഇപ്പം നമ്മൾ ഈ ജന്മത്തിൽ ഉള്ള കർമ്മ മാത്രമല്ല, പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കർമ്മയുണ്ട്, പാസ്റ്റ് ലൈഫുകളിൽ നിന്നുള്ള കർമ്മയുണ്ട്. ഇപ്പം 20, 25, 30, 40, 50 ഒക്കെ ജന്മം കിട്ടിയിട്ടൊക്കെ നമ്മൾ വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്കൊന്നും ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പല ജന്മങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഇപ്പോൾ പല കാര്യങ്ങളും അറിയാം. പക്ഷേ പൂർണ്ണമായിട്ടും അതുപോലെ നമ്മളൊരു സ്റ്റോറി പോലെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്
എളുപ്പമല്ല. അത് ചിലപ്പോൾ കഴിവുള്ളവരുണ്ടാവും, പക്ഷേ അത്ര കഴിവൊന്നുമില്ല. പക്ഷേ കുറേ അവിടെ നിന്ന് നിന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും എല്ലാം നമ്മുടെ ചുമലിലുണ്ട്. നമ്മൾ മരിക്കണ സമയത്ത് നമ്മൾ കുറച്ച് കർമ്മ നമ്മുടെ കുടുംബത്തിലേക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ മക്കളിലേക്ക്, ഭാര്യയിലേക്ക്, മക്കളിലേക്ക് കൊടുത്തിട്ടാണ് പോകണത്. അങ്ങോട്ടേ മുഴുവൻ കൊണ്ടുപോകണില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, അത് ഇത്ര അക്രമമല്ലായിരുന്നു. അതാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. കുറച്ച് കർമാസ് പിന്നെ ഈ കുടുംബത്തിലേക്ക് മാത്രമല്ല, നമ്മളുടെ ദേശകർമ്മ എന്നും കൂടി പറയുന്നുണ്ട്. അതായത് കുറച്ച് ദേശത്തിലേക്കും കൊടുക്കുമെന്ന് പറയും കർമ്മ. ബാക്കിയാണ് കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു, അവിടെ പോകുന്നു, ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷം വീണ്ടും ജന്മം എടുക്കുന്നു. അതായത് കർമാസ് ബാക്കി തീരാനുണ്ടെങ്കിൽ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ ആളിന് മരിച്ചു കഴിയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇതിനെപ്പറ്റി ഞാൻ ഒരാൾ സംസാരിച്ചുള്ളൂ. മരിച്ചവരെ പറ്റി ആലോചിച്ചിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഒരാൾ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. അയാളുടെ ഫോട്ടോയിൽ വിളക്ക് കത്തിക്കുന്നു, പുഷ്പം വെക്കുന്നു. അവർക്ക് ദുഃഖം താങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ്. അയാൾ മരിച്ചിപ്പോൾ ഏതാണ്ട് കുറേ വർഷങ്ങളായി. അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ട് രണ്ടാമത് ജന്മം എടുത്തിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറഞ്ഞത് എമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങളൊക്കെ കഠിനഹൃദയന്മാരാണെന്ന് ചോദിക്കും. സ്പിരിച്വാലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള തത്വമാണ് ഇത്. ഞാൻ എൻ്റെ ഒരു 25-30 വയസ്സിലൊക്കെ ആ സമയത്തിൽ ഞാനിത് പഠിച്ചതാണ്. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റഡി ആയിട്ടാണ് ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. അതായത് അത്രയും സ്റ്റഡി ആയിട്ട് ഇപ്പോഴും അതുപോലെ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്.